ഞാൻ നാഷണൽ ജനതാദളിൻ്റെ യുവജന പ്രസ്ഥാനമായ നാഷണൽ യുവജനതാദളിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. എൻ്റെ പേര് AP യൂസുഫ് അലി മടവൂർ. ഞങ്ങളിവിടെ ഒരു 10-12 ദിവസമായി ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ ഇവിടെ സജീവമായിട്ട് ഇവിടെ പ്രവർത്തന രംഗത്തുണ്ട്. UDFൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് അരയും തലയും ഉറക്കി നാഷണൽ ജനതാദളിൻ്റെ പ്രവർത്തകന്മാർ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സജീവമായിട്ടുണ്ട്. നമ്മൾ ഈ നിലമ്പൂർ നഗരസഭയിലും വിവിധ പഞ്ചായത്തുകളിലൂടെയൊക്കെ ഇലക്ഷൻ വർക്കുമായിട്ട് കടന്നു പോകുമ്പോൾ എവിടെയും ഒരു UDF തരംഗമാണ് നമ്മൾ കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമൊന്ന് ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന് ഈ നാട്ടിൽ പരിചിതമായി എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന് ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഇത് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ജനങ്ങൾ വളരെ നല്ല രൂപത്തിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കതിലൂടെ കാണാൻ കഴിയുന്നത്. എവിടെ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഗ്രാമപ്രദേശങ്ങളിലടക്കം വളരെ സജീവമായി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോത്തുകല്ല് പഞ്ചായത്തിലെ അപ്പൻകാപ്പ എന്ന പ്രദേശങ്ങളിലൊക്കെ കടന്നു പോയപ്പോൾ അവിടെയുള്ള ജനങ്ങളൊക്കെ അദ്ദേഹത്തെ ഒരു വല്ലാത്ത ഒരു ജനസേവകൻ എന്നതിനപ്പുറത്തേക്ക് അവർക്കൊക്കെ ഏതെങ്കിലും ഒരു പ്രതിസന്ധികളോ പ്രയാസങ്ങളോ കടന്നു വരുമ്പോൾ അതിൽ അവരെ സഹായിക്കാനും ആ വിഷമതകളിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് അവരുടെ രക്ഷിതാവിനെ പോലെയാണ് ആ ജനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ഷൻ ഇവിടെ നിലമ്പൂരിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഈ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിൽ തിരഞ്ഞെടുക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. പാലക്കാട് തിരഞ്ഞെടുപ്പിലും നാഷണൽ ജനതാദൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെ, നാഷണൽ ജനതാദളിൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവിടെ അതിനിർണായകമായ പ്രവർത്തനങ്ങളാണ് നാഷണൽ ജനതാദൾ നടത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് അവിടെ അരയും തലയും ഉറക്കിയ ഒരു പ്രസ്ഥാനമാണ് നാഷണൽ ജനതാദൾ. നേരത്തെ തന്നെ നമുക്കറിയാം ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ അവിടെ സജീവമായിരുന്നു. ഇലക്ഷൻ റിസൾട്ടിൻ്റെ അന്ന് രാവിലെ 7 മണിയോടുകൂടി നഗരത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയ വിജയമുണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അവിടെ ആഹ്ലാദ പ്രകടനം അടക്കമുള്ള അവിടെ നേതൃത്വം നൽകിയത് നാഷണൽ ജനതാദളായിരുന്നു. അതേ രൂപത്തിൽ തന്നെ നിലമ്പൂരിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് തന്നെ രാത്രിയിൽ ഇവിടെ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഈ നിയോജക മണ്ഡലത്തിൻ്റെ മുക്കുമൂലകളിൽ പതിക്കാൻ നാഷണൽ ജനതാദൾ സാധിച്ചു. ഇവിടെ നാഷണൽ ജനതാദളിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രചരണ പ്രവർത്തനങ്ങളിൽ ഹൗസ് ക്യാമ്പയിൻ അടക്കം വിവിധ പഞ്ചായത്തുകളിലും വിവിധ വാർഡുകളിലും കുടുംബ സംഗമങ്ങളിലൊക്കെ നാഷണൽ ജനതാദളിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല മിനിഞ്ഞാന്ന് 8-ാം തീയതി ഇവിടെ വലിയൊരു കൺവെൻഷൻ ഇവിടെ വ്യാപാര ഭവനിൽ വിളിച്ചു ചേർക്കപ്പെട്ടു. അതിൽ സ്ഥാനാർത്ഥി അടക്കം വരികയും നാഷണൽ ജനതാദളിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ നല്ല രൂപത്തിൽ അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല ഇവിടെ ജനതാദളിൻ്റെ വിവിധ ജനതാ പരിവാറുകളിൽ നിന്നുള്ള 100 കണക്കിന് ആളുകളാണ് നാഷണൽ ജനതാദളിലേക്ക് ആ ഒരു മീറ്റിങ്ങിൽ ആ ഒരു കൺവെൻഷനിൽ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കുകയും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് കാക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും 40 വർഷത്തോളം ഇവിടെ ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന മാണി ഗ്രൂപ്പിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കം നാഷണൽ ജനതാദളിൻ്റെ പക്ഷത്തേക്ക് വരികയും UDFന് ശക്തി പകരുന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും അവർ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് വലിയ സന്തോഷം നൽകുന്നത്. എത്രത്തോളം കാണുന്നു ഷൗക്കത്തിൻ്റെ വിജയസാധ്യത? ഈ നിലമ്പൂരിൽ ഒരു ചരിത്ര വിജയമാണ്, വലിയ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഇവിടെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ UDFും LDF UDF മത്സരമാണ് ഇവിടെ നടക്കുന്നത്. മറ്റുള്ള ആളുകളൊക്കെ ഒരു അപ്രസക്തമാണ്. കാരണം ഇവിടെ ശരിക്കുമുള്ളൊരു രാഷ്ട്രീയ മത്സരമാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത UDFൻ്റെ ഒരു കെട്ടുറപ്പ് ഇത്ര മനോഹരമായ ഒരു കാലഘട്ടം നിലമ്പൂരിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നുവെച്ചാൽ കവലകളിൽ പോലും എന്നുവെച്ചാൽ ബൂത്ത് തലത്തിലടക്കം അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബ സംഗമങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ആളുകൾ തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അങ്ങനെ ഇവിടുത്തെ പര്യാടനങ്ങളിലാണെങ്കിലും പ്രചരണ പ്രവർത്തനങ്ങളിലാണെങ്കിലും ഏറെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് UDF. അതുകൊണ്ട് തന്നെ ഒരാശങ്കയുമില്ലാതെ വലിയൊരു വിജയം ഈ ഭരണകൂടത്തിൻ്റെ നെറികേടിനത്തിനെതിരെ അതോടൊപ്പം തന്നെ പിണറായിസത്തിനെതിരെയുള്ള ഒരു വിധിയെ താവും ഇവിടെ 2026 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള ഒരു സെമി ഫൈനൽ എന്ന് തന്നെ പറയാം. ഇവിടുത്തെ പിണറായിസത്തിനെതിരെ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഇവിടെ വെമ്പൽ കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അതിന് പ്രതീക്ഷയായി അതിനെ ഒരു പ്രതിരോധമായി ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ വിധി എഴുതും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.